ശ്രീ എൻ ശ്രീകുമാർ, അത് അവർക്ക് കൂടുതൽ എളുപ്പവുമാണ് ഇത്തവണ. കാരണം 2021 ചെയ്ത അതേ കാര്യം ഒന്നുകൂടി ആവർത്തിക്കപ്പെടുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അന്ന് എന്തൊക്കെയായിരുന്നു കോലാഹലങ്ങൾ എന്ന് ഞാൻ വീണ്ടും പറയണ്ടല്ലോ. വീണ്ടും അത് ആ ഒരു പരീക്ഷണ ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. അവിടെയാണ് സനോജ് ചൂണ്ടിക്കാട്ടിയ മഴവിൽ സഖ്യം ഇവിടെ ജനങ്ങളുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കപ്പെടുന്നത്. അതിൽ BJPക്കൊപ്പം, സംഘപരിവാറിനൊപ്പം, RSSനൊപ്പം കോൺഗ്രസും ഉണ്ട്, ഇവിടുത്തെ UDFലെ കക്ഷികളുണ്ട്, മാധ്യമങ്ങളുണ്ട്. ഇതെല്ലാം കൂടി ചേർന്നുള്ള ഒരു മഴവിൽ സഖ്യം ഇപ്പോൾ പിണറായി വിജയനെ ഇങ്ങനെ ടാർഗറ്റ് ചെയ്ത് വീണ്ടും അദ്ദേഹത്തിൻ്റെ മകളിലൂടെ ഒരു നിയമപരമായി അല്ല മകളുടെ എക്സാലോജി കമ്പനി പെരുമാറിയെന്ന് ഇതുവരെ തെളിയിക്കാൻ പറ്റാത്തൊരു ഘട്ടത്തിൽ നിൽക്കുമ്പോഴും ഈ കുറ്റപത്രം സമർപ്പിച്ചതിൻ്റെ ആനുകൂല്യത്തിൽ ആരോപണങ്ങളുമായി വരാൻ തന്നെയാണോ പ്രതിപക്ഷം പോകുന്നത്? അങ്ങനെയാണെങ്കിൽ അത് എത്ര ഗുണം ചെയ്യും അവർക്ക്? നോക്കൂ ഡോക്ടർ ലാലെ, CPMൻ്റെ പോളിറ്റ് ബ്യൂറോ മെമ്പർ ശ്രീ മുഹമ്മദ് സലീം ഇന്ന് പത്രക്കാരോട് പറഞ്ഞിട്ടുണ്ട്, ആരോപണ വിധേയയായ വ്യക്തി ആരാണോ അവരതിനെ നേരിട്ടുള്ളൂവെന്ന്. അത് പറയാൻ അദ്ദേഹം ഒരു തൻ്റെ ഇടം കാണിച്ചു. പോളിറ്റ് ബ്യൂറോ മെമ്പറാണ്. കേരളത്തിലെ CPM ഇന്ന് അവർ എത്തിപ്പെട്ടിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ മകൾ നടത്തിയ ഒരു ബിസിനസ്, അവർക്ക് ബിസിനസ് നടത്താമല്ലോ, ഏത് പൗരനും ബിസിനസ് നടത്താം. ആ ബിസിനസ് ഒരു പാർട്ടിയെ പ്രതിസന്ധിയിലാക്കിയിട്ട് അതിന് കൃത്യമായി ഉത്തരം കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥ, അത് കേരളത്തിൻ്റെ CPMൻ്റെ ഒരു ദുരവസ്ഥയായിട്ടാണ് കാണുന്നത്. ഇവിടെ ശ്രീ സനോജ് പറഞ്ഞപ്പോഴും അദ്ദേഹം പറയുന്നതൊക്കെ സതീശൻ്റെ അടുത്തേക്ക് എന്താ ED ചെല്ലാത്ത, അതൊക്കെയാണ് ചോദിക്കുന്നത്. സതീശൻ്റെ അടുത്തേക്ക് ED വരേണ്ട കാര്യമില്ലല്ലോ, വെറുതെ EDക്ക് വരാൻ പറ്റില്ലല്ലോ. നിങ്ങൾ പുനർജനിയെക്കുറിച്ചൊക്കെ പറയുമ്പോൾ പുനർജനി കേരളത്തിലെ വിജിലൻസൊക്കെ അന്വേഷിച്ചതല്ലേ. അപ്പോൾ ED അവിടേക്ക് വരാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കൂ, എപ്പോഴെങ്കിലും അത് പ്രാർത്ഥിച്ചോളൂ, കുഴപ്പമില്ല. സോണിയാഗാന്ധിയൊക്കെ ED വന്നിട്ട് എന്താ സംഭവിച്ചതെന്ന് കൂടി സനോജ് പറയണമായിരുന്നു. അല്ല, ഞാൻ പറഞ്ഞു കഴിയട്ടെ. ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ CPMന് ഒരു കാലത്തും ഉണ്ടായിരുന്നില്ലേ മക്കൾ രാഷ്ട്രീയം. മക്കൾ രാഷ്ട്രീയത്തിൽ വെച്ചാൽ മക്കൾ രാഷ്ട്രീയത്തിൽ വരുന്നത് കൊണ്ട് മക്കളുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയമുണ്ട്. ഇപ്പോൾ മക്കളുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയമാണ് CPMന്. അതാണ് ശ്രീ മുഹമ്മദ് സലീം എന്ന പോളിറ്റ് ബ്യൂറോ മെമ്പർ പറഞ്ഞത്. ഇവിടെ മുഖ്യമന്ത്രിയെ ലക്ഷ്യം വയ്ക്കുന്നു എന്നാണ് CPMൻ്റെ എല്ലാ നേതാക്കളും പറയുന്നത്. ഇതിൽ ശ്രീ ഡോക്ടർ ലാൽ മനസ്സിലാക്കേണ്ട കാര്യം, ഇത് ആദായ നികുതി വകുപ്പിൻ്റെ ഒരു അർത്ഥ ജുഡീഷ്യറി സ്ഥാപനമായ ഒരു സംവിധാനം കണ്ടെത്തി. മറ്റേ മുഖ്യമന്ത്രിയുടെ മകളുടെ അക്കൗണ്ടിലേക്ക് ഇത്ര രൂപ വന്നിരിക്കുന്നു, അത് സേവനം ചെയ്യാതെ കിട്ടിയ പണമാണ്. ഇവിടെ ശ്രീ സനോജ് ചോദിച്ചല്ലോ, കൈക്കൂലി ആരെങ്കിലും അക്കൗണ്ട് വഴി വാങ്ങിക്കുമോ എന്ന്. അത് ഈ സംശയങ്ങളെന്ന് പറയുമ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പോഴാണ് സംശയം വരുന്നത്. അതെന്തുകൊണ്ടാണ്, ആ പണം എങ്ങനെ കിട്ടി, എന്തിന് കിട്ടി എന്നൊരു ചോദ്യം അവർ ഉന്നയിച്ചു. ആ ചോദ്യത്തിന് ഉത്തരം പറയേണ്ടത് മുഖ്യമന്ത്രിയുടെ മകളാണ്. കാരണം അവർ വ്യവസായ സംരംഭകയാണ്. അതിലേക്ക് വരാം ശ്രീ എൻ ശ്രീകുമാർ. അപ്പോൾ എൻ്റെ ഒരു ചോദ്യം, നമ്മൾ ഈ മാധ്യമ ചർച്ചകൾ ഒന്നും ചോദിക്കാതെ പോകുന്ന ഒരു ചോദ്യമുണ്ടല്ലോ, അത് ഞാനൊന്ന് ഈ ചർച്ചയിൽ ഉന്നയിച്ചു നോക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ അപ്പുറത്തൊരു 95 മുതൽ 100 ചില്ലറ കോടികൾ വേറെയും ഉണ്ടല്ലോ. അതൊക്കെ എന്ത് സേവനം ചെയ്തിട്ടാണ് മറ്റുള്ളവരുടെ പേരിൽ കിടക്കുന്നത്? അത് ആരന്വേഷിച്ചു? അതിൽ നിങ്ങൾക്കൊക്കെ രക്തം തിളയ്ക്കുന്നില്ലേ? ഒരു രക്തവും തിളയ്ക്കുന്നില്ല. കാരണം രാഷ്ട്രീയ, നിങ്ങൾ ആ പേര് പറ, ഈ വാങ്ങിച്ചവരുടെ പേര് പറഞ്ഞോ, കോൺഗ്രസ് നേതാക്കളെ, ലീഗ് നേതാക്കളൊക്കെ പേര് പറ. അവർ പണം വാങ്ങിച്ചിട്ടുണ്ടെന്ന് UDF ഒരു കുഴപ്പമില്ല. എന്താ രാഷ്ട്രീയ കക്ഷിക്ക് സംഭാവന വാങ്ങിച്ചൂടെ? രാഷ്ട്രീയ കക്ഷിക്ക് സംഭാവന വാങ്ങിച്ചൂടെ? അതെന്ന് ഗോവിന്ദ മാഷ് രാവിലെ പറഞ്ഞു. അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ബിസിനസ് സ്മൂത്തൻ ചെയ്യാൻ രാഷ്ട്രീയ കക്ഷികൾക്ക് സംഭാവന കൊടുത്തു എന്നല്ല, ബിസിനസ് സ്മൂത്തൻ ചെയ്യാൻ വേണ്ടി ഈ ആളുകൾക്ക് കൊടുത്തു എന്നാണ്. ഡോക്ടർ ലാലെ, ഒരു കാര്യം സംസാരിക്കുമ്പോൾ അത് അങ്ങനെയല്ലേ എന്ന് വെച്ചാൽ വിഷയം വഴിതിരിച്ചു കൊണ്ടുപോകണമെങ്കിൽ നമ്മൾ അതിലേക്ക് ചർച്ച പണം കിട്ടിയത് എന്താണ് പ്രശ്നമെന്ന് അത് അങ്ങേക്ക് പൊള്ളുന്നുണ്ട്. ഒരു പൊള്ളലുമില്ല. ഞാനല്ല അങ്ങോട്ട് പറഞ്ഞത്. ഇത് അതായത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന UDFൻ്റെ നേതാക്കൾ പണം വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അതിനവർ സംഭാവന വാങ്ങിച്ചു, അതിൽ തെറ്റില്ല, അതിന് റെസീറ്റ് കൊടുത്തിട്ടുണ്ടെന്ന് ചില നേതാക്കൾ പറഞ്ഞിട്ടുണ്ട്. അതോടെ നിൽക്കട്ടെ. ഞാൻ പണം പല മാസങ്ങളായി വാങ്ങിയത് ബാങ്ക് അക്കൗണ്ട് വഴിയല്ലേ നടന്നിരിക്കുന്നത്? അതൊരു കമ്പനി ചെയ്യുന്നതല്ലേ? ഇങ്ങനെയുള്ള 2 കമ്പനികൾ തമ്മിൽ ഇങ്ങനെയൊരു ഇടപാട് നടക്കുന്നതിൽ എന്താണ് തെറ്റ്?
അതുപോലും ഇല്ല ഇപ്പുറത്തെ ബാക്കി 95 കോടിക്ക്. അതാ ചോദിക്കുന്നത് ഡോക്ടർ ലാലെ, അതാണ് ചോദ്യം. അത് തന്നെ ഞങ്ങൾ ഈ കേരളം ചോദിക്കുന്നത് അതാ. എന്തിനാണ് ആ പണം വാങ്ങിയത്? ചെയ്യാത്ത സേവനത്തിന് എന്തിനു പണം വാങ്ങി? ഇതേ ചോദ്യം. അതെങ്ങനെയാണ് താങ്കളോട് രണ്ട് കമ്പനികൾ ഒരു കമ്പനിക്കകത്ത് നടക്കുന്ന കാര്യം എങ്ങനെയാണ് താങ്കളോട് പറയുക? അത് ആ കമ്പനിയല്ലേ, മറ്റു സേവനം കിട്ടേണ്ട കമ്പനിയല്ലേ പരാതി പറയേണ്ടത്? അവർക്ക് പരാതി ഇല്ലെങ്കിൽ, ഇങ്ങനെയാണല്ലോ നമ്മുടെ നാട്ടിൽ കേസുകളെല്ലാം നടക്കുന്നത്. ആ കമ്പനിക്ക് ആ പരാതി ഇല്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് നിങ്ങൾ പുറത്തു നിന്ന് ഇങ്ങനൊരു പരാതി ഉന്നയിച്ച് അവിടെ സേവനം നടത്തുന്നത് ഞങ്ങൾ കണ്ടില്ലല്ലോ, എന്നാൽ പിന്നെ ആ പൈസ വെറുതെ വാങ്ങിയതാണ് എന്നൊക്കെ പറയുന്നത്? ഞാൻ ചോദിക്കുന്നത് ഇത്രയാണ്, ഇപ്പുറത്ത് RCയും PKയും മറ്റ് OCയും ഒക്കെ വാങ്ങിയ പണത്തിനുള്ള സേവനം എന്തായിരുന്നു? എനിക്കറിയില്ല ആ സേവനം എന്താണെന്ന്. ഇവരെങ്ങനെയാണ് ഈ ബിസിനസ്സൊക്കെ സ്മൂത്തൻ ചെയ്തത്? ലാലെ, വെറുതെ സമയം കളയല്ലേ. ഞാൻ ഇപ്പോൾ നമ്മൾ സംസാരിച്ച് കഴിഞ്ഞത് ഞാൻ പറഞ്ഞു വരട്ടെ. അതായത് SFIOയുടെ അന്വേഷണത്തെക്കുറിച്ചുള്ള വിഷയമുള്ള ചർച്ച ചെയ്യുന്നത്. SFIOയുടെ അന്വേഷണത്തിൽ മുമ്പ് എന്താ സംഭവിച്ചത്? അർദ്ധ ജുഡീഷ്യൽ സ്ഥാപനമായ ആദായ നികുതി വകുപ്പിൻ്റെ ട്രിബ്യൂണൽ ഇങ്ങനെ ഒരു കാര്യം കണ്ടെത്തി. വസ്തുതയാണ്, ആരോപണമല്ല കേട്ടോ, വസ്തുതയാണ്. ഇങ്ങനെ ഒരു കാര്യം കണ്ടെത്തി. ഇങ്ങനെ മുഖ്യമന്ത്രിയുടെ മകളുടെ അക്കൗണ്ടിലേക്ക് ഇത്ര രൂപ വന്നു, അത് ചെയ്യാത്ത സേവനത്തിനുള്ള പ്രതിഫലമാണെന്ന് കണ്ടെത്തി. ബാങ്ക് ട്രാൻസ്ഫർ വഴി നടന്നതല്ലേ? അത് കണ്ടെത്തി എന്നൊരു വാക്കൊക്കെ താങ്കളെ പോലെ ഒരു പരിണിതപ്രജ്ഞനായ ഒരു മാധ്യമ പ്രവർത്തകനും കോൺഗ്രസ് സഹയാത്രികനും പറഞ്ഞാൽ എന്തൊരു വാക്കാണത്? ഇത് കണ്ടെത്താൻ മാത്രം എന്തെങ്കിലും ഉണ്ടോ? SFIO ഒക്കെ കണ്ടെത്തണോ? ഞാൻ പോയി ചോദിച്ചാലും അല്ലെങ്കിൽ പോയി നോക്കിയാലും കിട്ടില്ലേ ഇത്? എൻ്റെ ഡോക്ടർ ലാലെ, നിങ്ങളൊന്നും അറിയാത്ത പോലെ സംസാരിക്കില്ല, വെറുതെ ചോദിക്കുകയാണോ? അങ്ങനെയാണെങ്കിൽ ഞാൻ മിണ്ടാതിരിക്കാം. കാരണം ഞാൻ പറയുന്നത് നിങ്ങൾക്ക് പ്രശ്നമാണ്, ഞാൻ മിണ്ടാതിരിക്കാം. SFIOയുടെ അന്വേഷണത്തിൻ്റെ അടിസ്ഥാനപരമായ കാരണം എന്താ? ഇത് സംബന്ധിച്ച് അക്കൗണ്ടിലേക്ക് പണം കണ്ടെത്തിയതിനെ കുറിച്ചാണ് അന്വേഷണം. ഇത് നിയമസഭയിൽ വന്നു, മാത്യു കുഴൽനാടൻ വിജിലൻസിൽ കൊടുത്തു, ഹൈക്കോടതി കൊടുത്തു, ഹൈക്കോടതി മാത്യു കുഴൽനാടൻ്റെ ഹർജി തള്ളിക്കളഞ്ഞു. അങ്ങനെ ഒരുപാട് വിഷയമുണ്ട്, ഞാൻ പറയാൻ സമ്മതിക്കുക. ഈ ഒരു വിഷയത്തിൽ വി ഡി സതീശൻ SFIOയെ കണ്ണടച്ച് വിശ്വസിക്കുന്നത് എന്തുകൊണ്ട്? EDയെ പോലെയുള്ള സംവിധാനങ്ങളെ നിങ്ങൾ എങ്ങനെയാണ് വിശ്വസിക്കുക? അല്ലെങ്കിൽ കോൺഗ്രസ് എങ്ങനെയാണ് വിശ്വസിക്കുക? അവരെ ഈ നാട്ടിൽ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്യുന്നില്ലേ? വഖഫിൻ്റെ പേരിൽ വേറെ ചില കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്. അതുപോലെ എമ്പുരാൻ്റെ കാര്യത്തിൽ നമ്മൾ ചർച്ച ചെയ്ത് കണ്ടില്ലേ? ഇന്ന് ഗോകുലം ഗോപാലിൻ്റെ ഓഫീസുകൾക്ക് സംഭവിച്ചത് നമ്മൾ കണ്ടില്ലേ? ഇതൊക്കെ നമ്മൾ കണ്ടില്ല എന്ന് എങ്ങനെയാണ് നടിക്കുക സർ? അതെ, ഞാൻ വന്നിരിക്കുന്നത് ഒരു കോൺഗ്രസ് പക്ഷപാതിയായ പത്രപ്രവർത്തകൻ എന്ന നിലയ്ക്കാണ്. എനിക്ക് CPMനെ ന്യായീകരിക്കേണ്ട കാര്യമില്ല. അപ്പോൾ എൻ്റെ കാര്യം പറയാൻ അനുവദിച്ചില്ലെങ്കിൽ എന്നെ പറഞ്ഞു വിടുക, അതാണ് മാന്യമായ രീതി. ലാൽ ചോദിക്കുന്ന ചോദ്യങ്ങൾ CPMനെ വെള്ളപൂശാനാണെങ്കിൽ അതൊന്നും എന്നെ കൊണ്ടാവില്ല. ഞാൻ പറയുന്നത് ഇപ്പൊ നടന്ന സംഭവങ്ങളാണ്, വസ്തുത, ആരോപണമല്ല. നിങ്ങൾക്കുള്ള പോയിന്റ് CPMനെ വെള്ളപൂശുന്നതായി പോകുന്നുണ്ട് എന്നുള്ളത് അങ്ങേക്ക് ഒരു വല്ലാത്ത അസഹിഷ്ണുതയായി മാറുന്നുണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ താങ്കൾ പറഞ്ഞോളൂ. അല്ല, എന്നെ കൊണ്ട് വെള്ളം പൂശിക്കേണ്ടെന്ന് പറഞ്ഞാൽ ലാൽ എത്രയും വെള്ളം പൂശിക്കോ, നല്ല കാര്യമാണത്. ലാലിൻ്റെ ഡ്യൂട്ടി അതാണല്ലോ, ഞാൻ അതല്ല പറയുന്നത്. SFIOയുടെ അന്വേഷണം ഇപ്പോൾ നടക്കുമ്പോൾ ആ അന്വേഷണത്തിൽ SFIOയുടെ അന്വേഷണം തടസ്സപ്പെടുത്താനായിട്ട് വീണ കർണാടക ഹൈക്കോടതി ഹർജി കൊടുത്തൊക്കെ തള്ളിക്കളയാൻ നമ്മുടെ മുമ്പിലുണ്ട്. ഇവിടെ മുഖ്യമന്ത്രിയെ ടാർഗറ്റ് ചെയ്യുന്നു എന്നാണ് ഇപ്പോൾ പാർട്ടി പറയുന്നത്. മുഖ്യമന്ത്രിയെ ടാർഗറ്റ് ചെയ്യുന്നില്ലല്ലോ. ഇവിടെ മുഖ്യമന്ത്രിയുടെ മകളുടെ ഒരു ബിസിനസ്സിനെ കുറിച്ചാണ് സംശയം വരുന്നത്. അത് തീർത്തു കൊടുത്താൽ പ്രശ്നം തീരും. ഇവിടെ പാർട്ടി എന്ത് ചെയ്തു? പാർട്ടി ഇത് ഏറ്റെടുത്തു. പാർട്ടി ഏറ്റെടുത്തിട്ട് ഇന്നേ വരെ CPMൻ്റെ ചരിത്രത്തിൽ ഇല്ലാത്ത വിധം മുഖ്യമന്ത്രിയെ പാർട്ടിക്ക് സംരക്ഷിക്കാം, പാർട്ടിയെ പാർട്ടിക്ക് സംരക്ഷിക്കാം, പാർട്ടി നേതാക്കളെ പാർട്ടിക്ക് സംരക്ഷിക്കാം. പക്ഷേ മുഖ്യമന്ത്രി പാർട്ടി നേതാക്കളുടെ കുടുംബത്തെയും സംരക്ഷിക്കേണ്ട ബാധ്യത. എങ്ങനെ സംരക്ഷിക്കണം? പാർട്ടിപരമായിട്ട് സംരക്ഷിക്കാം. പക്ഷേ കുടുംബത്തിൽ എന്തെങ്കിലും വേറെ രീതിയിലുള്ള പ്രശ്നങ്ങൾ വന്നാൽ അത് പാർട്ടിക്ക് വിരുദ്ധമാണെങ്കിൽ അവരെ സംരക്ഷിക്കേണ്ട ബാധ്യത കേരളത്തിലെ CPMനുണ്ടെന്ന്